ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മൈദപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഗോതമ്പ് പൊടിയോ മുട്ടയോ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന, അതും ആവിയിൽ വേവിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു കേക്കായിട്ടാണെന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല, വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്നത് ബിസ്ക്കറ്റാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ഒരു ഭാഗം ചോക്ലേറ്റും മറ്റൊരു ഭാഗം സാധാരണ ബിസ്ക്കറ്റിൻ്റെ പോലെയുള്ളതാണ്. അപ്പം ഇത് ഡൈജസ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണത്. നിങ്ങൾക്കിത് ചോക്ലേറ്റിൻ്റെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചോക്ലേറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 7 മുതൽ 8 വരെയുള്ള ഒരു എണ്ണത്തിലുള്ള ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ചോക്ലേറ്റ് ആണ്. ഈ ചോക്ലേറ്റ് 170 ഗ്രാമിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. അത് ചോക്ലേറ്റ് അല്ല, ബാറാണിത്. ഇതിപ്പോൾ ഡയറി മിൽക്ക് അല്ല, അതുപോലത്തെ തരത്തിലുള്ള ഒരു ചോക്ലേറ്റ് ആണ്, ഒരു ബാറാണിത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ബിസ്ക്കറ്റ് ഒന്ന് നടുവേ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ആദ്യം ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ആവി വരാൻ തുടങ്ങുന്ന സമയത്ത്, വെള്ളം തിളച്ച് ആവി വരുന്ന സമയത്ത് വേറൊരു പാത്രം ഈ ഒരു പാത്രത്തിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ചോക്ലേറ്റ് ഇടാണ് ചെയ്യുന്നത്. അതായത് ഇതിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് പറയുക. ആ വെള്ളത്തിൻ്റെ ചൂട്, ആ ആവി കൊണ്ട് ഈ പാത്രം മേലെ വെച്ചിരിക്കുന്ന പാത്രം ചൂടാവും. അങ്ങനെ നമ്മൾ അതിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഉരുകി നല്ലൊരു സിൽക്കി സ്മൂത്തി ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ ചൂടാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മുകളിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗ്ലാസിൻ്റെ പാത്രമോ സിറാമിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാത്രം എന്തായാലും ചൂടാവും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടായി ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രം ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെ ഉരുകി അല്ലെങ്കിൽ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് കണ്ടോ, ഇതുപോലെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഓൾറെഡി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ മെൽറ്റായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ വരും. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഞാനിത് ചേർക്കുന്നത് നമ്മുടെ ഈ ചോക്ലേറ്റ് ഇച്ചിരി കൂടി ഒന്ന് സ്മൂത്തി അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, വളരെ സിൽക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കല്ലാതെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സിൽക്കിയിൽ കിട്ടുന്നതാണ്. എങ്കിലും ഞാനൊരു ജസ്റ്റ് ഒരു എക്സ്ട്രാ നമ്മളൊരു പൊടിക്കൈ എന്ന് പറഞ്ഞ പോലെ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങി. നമ്മുടെ ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ആവേണ്ട ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബട്ടറൊക്കെ ഇങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ബട്ടർ ഇല്ലാന്ന് ഓർത്തിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. ബട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ, ബട്ടർ എന്നുള്ളത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആവണുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ ബട്ടർ എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ഒക്കെ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് നേരം നമ്മളിത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി ഹാർഡ് ആവാൻ തുടങ്ങും കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സാരമില്ല, നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്കിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതുപോലെ ഒരു ബൗളിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ബിസ്ക്കറ്റ് അടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ എക്സ്ട്രാ ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റോളം സമയം എടുത്തിട്ട് മിക്സിയിൽ അടിച്ചതുകൊണ്ട് ഈ ബിസ്ക്കറ്റിനകത്ത് തന്നെ എണ്ണയുണ്ടല്ലോ, അതെല്ലാം പുറത്തേറ്റ് വരാൻ തുടങ്ങി. അതാണ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി നേരം അടിക്കരുത്. ഇപ്പം എന്നാ പറയുക, ഒത്തിരി നേരം അടിച്ചു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റിൽ എണ്ണയൊക്കെ പുറത്തോട്ട് വന്ന് ഇച്ചിരി കട്ടയാവാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ കൈ വെച്ചിട്ടൊന്ന് പൊടിക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ചെറു ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അത്ര തന്നെ പാൽ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചേക്കരുത് കേട്ടോ പാല്. അന്നേരം ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് എക്സ്ട്രാ ബിസ്ക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊരു കേക്കിൻ്റെ ബാറ്ററിലുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരണം.
അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നിങ്ങൾ പിന്നെ സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ, എന്തെങ്കിലും കട്ടകൾ ബിസ്ക്കറ്റിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിനകത്തോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആവി വെക്കുന്ന ഒരു പാത്രം ഏതാണോ അതിനകത്തോട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിന്നോട് ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് പാത്രത്തിലാണോ ആവി കയറ്റാൻ പോകുന്നത് ആ ഒരു പാത്രത്തിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിത് ഇന്നിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പർ ഉള്ളിൽ വെക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ സാരമില്ല. നിങ്ങൾ നമ്മൾ ഈ എണ്ണ നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഇതിൻ്റെ മേലൊന്ന് ഉള്ളിലൊന്ന് തൂവിയിട്ട് ഒന്ന് പൊടി തട്ടിയെടുത്ത് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബട്ടർ പേപ്പർ ഒന്ന് ഇതിൻ്റെ ഒരു കറക്റ്റ് സൈസിനകത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഒഴിക്കാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പിനകത്തോട്ട് നമ്മുടെ ബാറ്റർ മാറ്റി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈസിയാണ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം എല്ലാം ബാറ്റർ ഒഴിക്കരുത്, ആദ്യം ഈ നമ്മുടെ ഒരു പാത്രം പകുതി വരയ്ക്കാവുന്നത് വരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, അതായത് ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് നടുവിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഇച്ചിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിതാ ചോക്ലേറ്റ് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മേലെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒത്തിരി അങ്ങ് വീർത്തങ്ങ് പൊന്തി പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിറച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം, ഇതിനകത്തുള്ള എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതൊന്ന് ആവിയിൽ കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ചൂടായി ഇതേപോലെ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു പാത്രം, ഒരു വയർ റാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ആവി വെക്കാൻ പോകുന്നത്, ആ പാത്രം വെക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ഇഡ്ഡലിത്തട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഇത് തന്നെ നമുക്ക് ബേക്ക് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറിൽ കിട്ടും. ഞാനിന്ന് അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആവിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അതായത് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അപ്പം ആവിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല, ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കേക്ക് ടിന്നിൽ ഞാൻ ഫോയിൽ പേപ്പർ അങ്ങനെയൊന്നും വെക്കാത്തത് കൊണ്ട് നമ്മുടെ മൂടികയിൽ തന്നെ ഇതുപോലെ തുണിയൊക്കെ വെച്ചൊന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കിട്ടും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ല ചൂടൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ തുണിയൊക്കെ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കി, ഞാൻ അതിനിടയ്ക്കൊന്ന് കുത്തിയൊക്കെ നോക്കിയായിരുന്നു സ്ക്യൂർ വെച്ചിട്ട്, നല്ല നീറ്റായിട്ട് പോന്നിട്ടുണ്ട്. ഞാനെങ്കിലും ഒരിക്കൽ കൂടെ ഞാനൊന്ന് കുത്തി കാണിക്കാം. ഇപ്പം ഇങ്ങനെ കുത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊന്നും ഒട്ടിപ്പിടിക്കാതൊക്കെ വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് ചൂടാറാൻ മാറ്റി വെക്കാം. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നും, പക്ഷേ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് വരും. ഇനി ഇതൊന്ന് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നല്ലൊരു കുഞ്ഞ് ഭംഗിയുള്ളൊരു കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ, പല പാത്രങ്ങളിൽ, പ്രത്യേകിച്ച് കുഞ്ഞു കട്ടോരി പാത്രങ്ങളിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതാവുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ കഴിച്ചു നോക്കി കഴിഞ്ഞപ്പം കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആവിയിൽ വേവിച്ചതുകൊണ്ടാണ് അത് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ബേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാനിതിൻ്റെ പുറത്ത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാനൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. അത് ഐസിങ് ഷുഗർ എന്നൊക്കെ പറയും. ഇത് നമ്മളൊരു അരിപ്പയിൽ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇത് ആവിയിൽ വേവിച്ചതായതുകൊണ്ട് ചിലപ്പം ഇച്ചിരിയൊക്കെ ഇങ്ങനെ അതിൻ്റെ തൊലി പോലെ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഇച്ചിരി ഭംഗി കുറവല്ലേ. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കുട്ടി സൂത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഷുഗറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര പൊടിക്ക് പകരം കൊക്കോ പൗഡറോ അല്ലെങ്കിൽ കൊക്കോ
കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ അല്പം ചെറി 2-3 ചെറി ടോപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ടെക്സ്ചർ പക്ഷേ കേക്കിൻ്റെ പോലെ അല്ല കേട്ടോ, ഇച്ചിരി വ്യത്യാസമുണ്ട്. പക്ഷെ ആർക്കും ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലൊക്കെ ഒരു വിരുന്നാർ വന്നാൽ വീട്ടിലുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്, ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് മൈദപ്പൊടി, ഗോതമ്പ് പൊടി, റവ, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മുട്ട ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇത് തന്നെ ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കേക്കിൻ്റെ ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം പറയണം. പിന്നെ ഇതിനകത്തുള്ള ചോക്ലേറ്റ് ഇതിപ്പോൾ ചൂടാറിയതുകൊണ്ടാണ്, നമ്മൾ ചൂടോടുകൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ ആ ചോക്ലേറ്റ് ഇങ്ങനെ നമുക്ക് ലാവ പോലെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഒഴുകി വരും, അത്രയും ആ ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം കട്ട് ചെയ്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇച്ചിരി കട്ടിയായിട്ട് ഇരിക്കുന്ന ഉള്ളിലെ ചോക്ലേറ്റ്. നല്ല ടേസ്റ്റാണ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ, പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചത് കൊണ്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.